ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അംബ്രല ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ താഴെവശം ഞാൻ കട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. താഴെവശം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ താഴെ ഭാഗം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ രണ്ട് പാനലിനും ഇതുപോലെ താഴെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. കാരണം അത് ഇങ്ങനെ പതിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് നന്നായി പതിഞ്ഞ് എടുക്കും. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും തയ്ക്കുക. അതിന് ശേഷം നമുക്ക് നെക്ക് തയ്ക്കാം. നെക്ക് നമ്മൾ മെയിൻ തുണിയിൽ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് തുണി അതിൻ്റെ മുകളിലായിട്ട്, അതായത് നമ്മുടെ മെയിൻ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ ഒപ്പം വെച്ചിട്ട് അതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തയ്ക്കാം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്യാം. എന്നിട്ട് തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ തുണിയുടെ നെക്കിൻ്റെ ഭാഗം അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചിടാം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അയൺ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അഡ്ജിൽ കൂടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മളുടെ നെക്ക് റെഡിയായി. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗം അതുപോലെ തന്നെ നമ്മളുടെ വീസ്റ്റ് ലൈൻ വരെയുള്ള ഭാഗവും നമുക്ക് ഈ മെയിൻ തുണിയും ലൈനിങ് കൂടി ഒന്ന് റഫായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. മുഴുവൻ താഴത്തേക്ക് അറ്റാച്ച് ചെയ്യണ്ട, നമ്മളുടെ വേസ്റ്റ് ലൈൻ വരെ അറ്റാച്ച് ചെയ്താൽ മതി. അതുപോലെ കൈക്കുഴിയുടെ അവിടെ തൊട്ടിട്ട് വേസ്റ്റ് ലൈൻ വരെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാനലും ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ബാക്ക് പാനലും ചെയ്യാം. അപ്പം ഞാനിവിടെ ബാക്ക് പാനലും അതുപോലെ തന്നെ ചെയ്തു. നെക്ക് സ്റ്റിച്ച് ചെയ്തു, അതുപോലെ തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു. ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും കൂടിയിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ്സ് തയ്ച്ചു കൊടുക്കാം. സ്ലീവ്സ് നല്ല ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്ലീവ്സിൻ്റെ ഭാഗം തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗത്തും സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം സ്ലീവ്സിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അതുപോലെ ഒരു രണ്ട് മടക്കിയിട്ട് അതുപോലെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തെയും സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ കാണാൻ നമുക്ക് രണ്ട് ഭാഗത്ത് സ്ലീവ്സും അതുപോലെ തന്നെ
സ്ലീവ്സിൻ്റെ താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്കിനി 2 സൈഡും കൂടി കൂട്ടി വെച്ചിരിക്കും. അപ്പോൾ കൂട്ടി വെച്ചിരിക്കുമ്പോൾ സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് സ്ലീവ്സിൻ്റെ താഴ്ഭാഗം തുടങ്ങി നമ്മൾ വേസ്റ്റ് ലൈൻ വരെ തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം വേസ്റ്റ് ലൈൻ വരെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേസ്റ്റ് ലൈനിന് അവിടെ നിന്ന് തൊട്ട് താഴത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത്, അതായത് ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ തുണിയുടെ തമ്മിൽ വേറെ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ ആദ്യം നമുക്ക് മെയിൻ തുണികൾ തമ്മിൽ കൂട്ടി വെച്ചിരിക്കാം. അതിനുശേഷം ലൈനിങ്ങും കൂട്ടി വെച്ചിരിക്കാം. അപ്പോൾ ഇതുപോലെ തയ്ച്ച് വന്നതിന് ശേഷം വേസ്റ്റ് ലൈൻ വരെ ഇതുപോലെ എല്ലാം കൂടി കൂട്ടി തയ്ച്ചതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. എഡ്ജിൽ കൂടെ അതിനുശേഷം ലൈനിങ് തയ്ച്ചു കൊടുക്കുക. മെയിൻ തുണി ഉള്ളിലേക്കാക്കിയിട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റേ സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് ക്രോസ് കട്ട് ചെയ്യണം. അപ്പോൾ അംബ്രല്ല കട്ടിങ് ആയതുകൊണ്ട് ഒരുപാട് ലെങ്ത്തിലുള്ള സ്ട്രിപ്പ് വേണം. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ടൊരു എളുപ്പ മാർഗ്ഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന തുണി കോട്ടൺ സിൽക്കാണ്. അപ്പം ആദ്യം നമുക്കിത് ഒന്ന് കോണായിട്ട് മടക്കാം. ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് ഇതൊന്ന് കോണായിട്ട് മടക്കി. അതിനുശേഷം നമുക്ക് ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ മുകൾ ഭാഗത്തെ ആ കോർണർ എടുത്തിട്ട് താഴത്തെ ആ കോർണറിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അതിനുശേഷം ആ മുകളിലത്തെ ആ കോർണർ എടുത്തിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി ഫോൾഡ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം രണ്ട് ആയിട്ട് മടക്കിയതിന് ശേഷം ഒന്നും കൂടി ഇതുപോലെ മറ്റേ കോർണറിലേക്ക്, അതിൻ്റെ നേരേക്കുള്ള കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട്
ലെങ്ത്തിലുള്ള സ്ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ക്രോസ് കട്ട് ചെയ്ത സ്ട്രിപ്പ് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ലൈൻ വരയ്ക്കുക. അതിനുശേഷം 4 ഇഞ്ച് വീതിയിലുള്ള 2 സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്താൽ 4 സ്ട്രിപ്പായിട്ടാണ് നമുക്ക് കിട്ടുക നിവർത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാം. അതിൻ്റെ അറ്റത്തുള്ള തുമ്പ് ഒന്ന് മടക്കി വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്താൽ അത്രയും ലെങ്ത്തിലുള്ള സ്ട്രിപ്പ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണാം നല്ല ലെങ്ത്തിലുള്ള സ്ട്രിപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് താഴത്തേക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രേ ആവശ്യം വരുള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ 4 സ്ട്രിപ്പും കൂടി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് വെച്ചിട്ട് നല്ല ഭാഗങ്ങൾ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ 4 സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യാൻ ശേഷം നമുക്കതിൻ്റെ ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ചുറ്റുഭാഗം ഞാനിവിടെ അറ്റാച്ച് ചെയ്തു. ഇതുപോലെ ചുറ്റുഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗം, അതായത് സ്ട്രിപ്പിൻ്റെ താഴെ ഭാഗം ഒന്നെങ്കിൽ ഇതുപോലെ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യാനുള്ള ഫൂട്ട് ഇട്ടതിന് ശേഷം ഞാനിവിടെ താഴെ ഭാഗം അതുപോലെ ഇൻ്റർലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. Ah.